എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ സുഖിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഗൂഡല്ലൂരിൽ നിലാക്കോട്ട പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഈ പള്ളിയിലാണ് നമ്മൾ കല്യാണം കൂടാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ അവിടെ റിസപ്ഷന് വരുവാണ്. നമ്മൾ പള്ളിയിൽ എന്തൊക്കെയാണ് ചടങ്ങ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിസപ്ഷന് പോകും. അവിടെയാണ് നമ്മുടെ ബന്ധുക്കളും അവിടെയാണ് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ എങ്ങനെയല്ലാണ് ഇവിടെ വന്നത്, ആരൊക്കെയാണ് വന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് പരിചയപ്പെടാം. ഇന്ന് നമുക്ക് പള്ളിയിൽ കുറച്ച് ചടങ്ങുണ്ട്. ആ ചടങ്ങ് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പം നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പള്ളിയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. നമ്മൾ പള്ളീൻ്റെ ഉള്ളിലെത്തി. ദർശനും ഡെയ്സിയും അനുദിനം தங்களுடைய உடலை, தங்களுடைய உயிரை, தங்களுடைய வாழ்வை கைகளில் எடுத்துக்கொண்டு ஆண்டவருக்கு ஒப்பு கொடுத்து பலியாக சமர்ப்பிக்க வேண்டும். அப்படி சமர்ப்பிக்கின்றார்கள் என்றால் இவர்களுடைய வீட்டிலே பலிபீடம் இருக்கின்றது அல்லது திருப்பலி இருக்கின்றது. திருமணம் செய்ய சம்மதம் தானா கேட்டீங்களா? கன்னிமரியாவுடைய நமது ஆண்டவரை அன்பு செய்து அவர் ஆணை என்றென்றும் தங்கியிருப்பதாக. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിലെ ചടങ്ങെല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പം അവിടെ എല്ലാവർക്കും കേക്ക് വിതരണം ഉണ്ടായിരുന്നു. നമ്മളും കേക്കൊക്കെ കഴിച്ച്. അപ്പോൾ ഇനി നമ്മൾ ഇവരുടെ വധുവും വരനും നമ്മൾ പുറത്ത് വരും. പുറത്ത് വാദ്യമേളങ്ങളോട് കൂടി തന്നെ ഇവർ റിസപ്ഷനിലേക്ക് പോകും.
അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസപ്ഷനിലേക്ക് ബസ്സിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ഡാൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡാൻസിൽ നമുക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റിസപ്ഷൻ നടക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടക്കൂടുന്ന ടീമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. അപ്പോൾ ഉള്ളിൽ ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ആ ചടങ്ങൊക്കെ നമുക്ക് കാണാം. ഓക്കെ. നമ്മൾ അതൊക്കെ കണ്ടു. ഇനി നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കുടുംബാംഗങ്ങളാണ്. അമ്മേൻ്റെ അനിയത്തുണ്ട്, അനിയനുണ്ട്, മാമി, അമ്മ, പെങ്ങളുടെ മക്കൾ, മാമൻ്റെ മക്കൾ, വൈഫുണ്ട്. ഇതെൻ്റെ പെങ്ങളാണ്. അപ്പോൾ നമുക്ക് നിളേനെ കാണാം. നിള ഇവിടെ ഉണ്ട്. ആണ്ടോ, ഇതാണ് നിളയുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ചടങ്ങിൽ പങ്കെടുത്തു. അങ്ങനെ വധുവും വരനും നമ്മൾ റിസപ്ഷൻ ഹാളിലേക്ക് വരികയാണ്. അപ്പം അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്.
റിസപ്ഷൻ ഹാളിലേക്ക് പോയപ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ താരമ്പയുടെ ടീമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് കടന്നു. ഇനി നമ്മൾ വരനും വധുവും കൂടി കേക്ക് മുറിക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കുള്ള ഫുഡൊക്കെ ഇവിടെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വാ നമുക്ക് എവിടെയാണ് ഫുഡൊക്കെ നോക്കാം. നമുക്ക് ഇവിടുത്തെ ഭക്ഷണങ്ങൾ നോക്കാം. ഇത് ബിരിയാണിയാണ്, ചിക്കൻ സെപ്പറേറ്റ് ആണ്. ഇവിടെ പായസമുണ്ട്. പായസം ചെറിയ പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ബിരിയാണി മാത്രമല്ല കേട്ടോ, നമ്മുടെ സാധാരണ നാടൻ ഊണുണ്ട്. അതിൻ്റെ കറികളാണ് ഇതൊക്കെ. ഇതിൻ്റെ കറി സാമ്പാറൊക്കെ ഉണ്ട്, ചോറുണ്ട്, അത് തോരനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇരുന്നു ഭക്ഷണത്തിനുള്ള ഇലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ കുടുംബാംഗങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഐസ്ക്രീം കഴിക്കുകയാണ്. നമ്മളിത് റിസപ്ഷൻ ഹാളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാവരും കൂടിയുള്ള ഡാൻസാണ്. വരനും വധുവും കുടുംബാംഗങ്ങളൊക്കെ കൂടിയുള്ള ഡാൻസാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ വരനും വധുവും കുടുംബാംഗങ്ങളെയൊക്കെ ഗംഭീര ഡാൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായാലും ഈ പള്ളിയിൽ നടന്ന ഈ കല്യാണ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞു, അവരുടെ കുടുംബാംഗങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.